പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി തൃശൂർ റൂറൽ, സിറ്റി, വടക്കഞ്ചേരി, പാലക്കാട്, എറണാകുളം എന്നീ സ്ഥലങ്ങളിലേക്ക് അലർട്ട് മെസ്സേജ് നൽകുകയും ചെയ്തു. ATM ക്യാമറയും ക്യാബിൻ ക്യാമറയും സ്പ്രേ പെയിന്റ് ചെയ്ത് മറച്ചാണ് മോഷണം നടത്തിയെന്ന് കണ്ടെത്തുകയുണ്ടായി. മോഷണം നടന്ന സ്ഥലത്തെ പുകയുടെ ലക്ഷണങ്ങളും മറ്റും കണ്ടതിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചിട്ടുള്ള മോഷണമാണെന്ന് വ്യക്തമായിരുന്നു. മാത്രമല്ല, ഒന്നിൽ കൂടുതൽ മോഷണ ദൃശ്യങ്ങളിൽ ഒരു വെളുത്ത കളറിലുള്ള കാർ കണ്ടെത്തിയിരുന്നു. അതിനാൽ ഈ കാറിനെ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യ അന്വേഷണം നടന്നത്. സംഭവം നടന്ന് പുലർച്ചെ 5:30 കാറിനെക്കുറിച്ചുള്ള വിവരം ലഭിച്ചിരുന്നു. ഉടൻ തന്നെ തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾക്ക് സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ IPS അലേർട്ട് കൊടുക്കുകയും ചെയ്തു. പുലർച്ചെ 5 മണിക്ക് മുൻപ് തന്നെ കാർ കണ്ടെത്താൻ കഴിഞ്ഞത് അന്വേഷണത്തിൽ വളരെ നിർണായകമായി. കാർ കണ്ടെത്തിയതിന് ശേഷം കാറിന്റെ നമ്പർ പ്ലേറ്റ് വ്യക്തമല്ലായിരുന്നതിനാലും ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മോഷണം നടത്തിയതിനാലും കാർ സഹിതം കണ്ടെയ്നർ ലോറിയിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് സംശയിച്ചിരുന്നു. മുൻ സ്ഥലങ്ങളിലും സമാന രീതിയിലാണ് നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയം ഈ വിവരം തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലേക്ക് അലേർട്ട് മെസ്സേജ് കൊടുക്കുകയും ചെയ്തു. പാലക്കാട്, നാമക്കൽ, കൃഷ്ണഗിരി, സേലം, കോയമ്പത്തൂർ എന്നീ ജില്ലകളിൽ അലേർട്ട് നൽകിയതിനെ തുടർന്ന് കണ്ടെയ്നർ ലോറികളിലെ പരിശോധനകൾ നടക്കുകയും ചെയ്തു. കാർ കണ്ടെയ്നറിൽ കയറ്റിപ്പോയത് എവിടെയാണെന്ന് വ്യക്തമായിട്ടില്ല. അക്കാര്യം അന്വേഷിച്ചു വരുന്നുണ്ട്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ കണ്ടെയ്നർ ലോറി പോയതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കാർ അതിലൂടെ കടന്നുപോയോ എന്നതിന് പരിശോധനകൾ നടന്നുവരുന്നുണ്ട്. SBI ATMകളിൽ കൂടുതൽ തുക റീഫിൽ ചെയ്യുന്നതിനാൽ SBI ATMകളാണ് കൂടുതലായി മോഷണത്തിനായി ലഭ്യമാക്കുന്നതെന്നും അന്വേഷണത്തിൽ അറിഞ്ഞിട്ടുണ്ട്. 5 മണിക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ കാർ ഏകദേശം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 5 മണിക്ക് മുമ്പായിട്ട് തന്നെ കാർ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് നിർണായകമായത്. പിന്നെ ഈ കാർ കണ്ടെത്തിയതിന് ശേഷം കാറിൻ്റെ നമ്പർ പ്ലേറ്റ് വ്യക്തം ഇല്ലാതെ കൊണ്ടും ഈ ഗ്യാസ് കട്ടർ രീതി എന്ന് മനസ്സിലായത് കൊണ്ടും കാറായിട്ട് പോകാതെ ഒരു കണ്ടെയ്നറിൽ പോകാൻ സാധ്യതയുണ്ട് എന്നൊരു യൂഹവും മുൻകാല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ തന്നെ അലേർട്ട് പാലക്കാട്, നേരത്തെ പറഞ്ഞതുപോലെ കോയമ്പത്തൂർ പ്ലസ് തമിഴ്നാട്ടിലുള്ള ജില്ലകളിലേക്ക് പ്രത്യേകിച്ച് അലേർട്ട് കൊടുത്തിരുന്നു. കാറോ ഇല്ല കണ്ടെയ്നർ ലോറികളിനകത്ത് കാറോ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. മോഷണ ഉപകരണങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരം ലഭിക്കുമെന്നും സിറ്റി പോലീസിന്റെ അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ടെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ IPS വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ പറഞ്ഞു.